കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് പുറത്താണ് ഇപ്പം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അത് പറയുകയാണെങ്കിൽ ഒരു വ്ലോഗർ, എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് അയാളുടെ വീഡിയോ കാണുന്നത്. ഒരു കൊച്ചു പയ്യനാണെന്ന് തോന്നുന്നു. പുള്ളി ഏതോ ഒരു വീട്ടിലൊരു ബർത്ത്ഡേ ഫംഗ്ഷന് പോയ സ്ഥലത്ത് അവിടെ നിന്ന് ആ ബർത്ത്ഡേ ഫംഗ്ഷനിലുള്ള കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ടോയ് കാർ നോക്കി നിൽക്കുന്ന മറ്റൊരു കുട്ടിനെ ഷോക്കേസ് ചെയ്യുന്ന ഒരു വീഡിയോ. എനിക്ക് തോന്നുന്നു പുള്ളി അതൊരു നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ചെറുപ്പകാലത്തിൽ ഇതേപോലെ ആഗ്രഹിച്ച ഒരു ടോയ് നോക്കി നിന്ന ആ ഒരു സാധനത്തിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ആ കുട്ടിയുടെ വീഡിയോ അദ്ദേഹം എടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പ്യുവർലി ഗുഡ് ഇന്റൻഷൻ ആണ്. ആൻഡ് ആ വീഡിയോ കണ്ട അപ്പൊ തന്നെ ഞാൻ ആ വീഡിയോയുടെ താഴെ ഞാൻ ആ വീഡിയോ ഇപ്പോൾ ഡിലീറ്റഡ് ആണ്. ആ വീഡിയോയുടെ ഞാൻ താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് കമന്റ് സെക്ഷനിൽ എല്ലാവരും ഒരുപാട് നല്ല കമന്റ്സുകൾ കണ്ടു. ബിക്കോസ് ആ കുട്ടിക്ക് ഒരു സൈക്കിൾ ഓർ വെഹിക്കിൾ ഓഫർ ചെയ്തുകൊണ്ടുള്ള ഒരുപാട് നല്ല ആളുകളുടെ കമന്റ് കണ്ടപ്പോൾ ഞാൻ അവിടെ കമന്റ് ചെയ്യുകയും ചെയ്തു. ഇവിടെ കമന്റ് സെക്ഷനിൽ ഒരുപാട് നല്ല മനുഷ്യരെ കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനോട് കൂടെ ഞാൻ ആഡ് ചെയ്ത് വെച്ചൊരു കാര്യം, ആ കുട്ടിയുടെ മുഖം ഒന്ന് ബ്ലർ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഇത് കൺസെന്റോടുകൂടെ തന്നെ ഇട്ട വീഡിയോ ആണോ എന്നൊരു ക്വസ്റ്റ്യനും ഇവിടെ ചോദിച്ചിട്ടാണ് ഞാൻ ആ കമന്റ് കൺക്ലൂഡ് ചെയ്തത്. ആൻഡ് ഇന്ന് ഞാൻ ആ പ്രൊഫൈലിൽ നിന്ന് ആ വീഡിയോ എടുത്തിട്ട ആളുടെ മറ്റൊരു വീഡിയോ കണ്ടു. ആൻഡ് പ്രീവിയസ് വീഡിയോ ഡിലീറ്റഡ് ആണ്. ആൻഡ് പുള്ളി ഒരു വിഷമം പോലെ പറയുന്നത്, എനിക്ക് ആ കുട്ടിക്ക് ആ വണ്ടി കൊടുത്ത് ഒരുപാട് പേര് ഓഫർ ചെയ്യുന്നുണ്ട്, സോ അതുകൊണ്ട് ആ കുട്ടിയെ വണ്ടിയിൽ ഇരുത്തണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫോട്ടോ ഓർ വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. ബട്ട് സംഭവം പുള്ളിക്ക് കുറച്ച് ആ വീട്ടുകാരിൽ നിന്നോ ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ആ വീഡിയോ എടുത്തു കളഞ്ഞതെന്ന് പറയട്ടോ. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ആളുകളുടെ പ്രൈവസിയെ പുറത്തോട്ടേക്ക് ഇടുമ്പോൾ, നമ്മുടെ ഫീഡിലൂടെ ഇടുമ്പോൾ, ശരിക്കും ഞാനും എന്റെ ഒരു മുൻകാല അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, ശരിക്കും കൺസെന്റോടുകൂടെ തന്നെ ചെയ്യണം. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും, അത് പ്രത്യേകിച്ച് പോസിറ്റീവ് സാധനമാണെങ്കിലും, ഇനി അവരുടെ ഒരു ഹെൽപ്ലെസ്നെസ്സിനെ ഷോക്കേസ് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിലും തീർച്ചയായിട്ടും കൺസെന്റ് ചോദിച്ചിട്ട് മാത്രം ചെയ്യണം. ഒന്നാമത്തെ കാര്യം, ആളുകളുടെ പ്രൈവസി പോകുന്നതിനോടൊപ്പം തന്നെ ആളുകൾക്ക് ആത്മാഭിമാനത്തിന് ഒരുപാട് ലെയേഴ്സ് ഉണ്ടാവും. നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്ന ഒരാൾ കടന്നു പോകുന്ന, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന ലെയേഴ്സ്, അവർ കണക്ട് ചെയ്യുന്ന കണക്ടിങ് ഡോട്ട്സ് ഒന്നും നമുക്ക് ശരിക്കും മനസ്സിലാവില്ല. നമ്മൾ ചിലപ്പോൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ട് ഇടുന്നതായിരിക്കും, പക്ഷെ അവർക്ക് ആ ഒരു വീഡിയോ വേറെ ആളുകൾ കാണുമ്പോൾ ചോദിക്കുമ്പോഴേക്കും അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വേറെ ആയിരിക്കും. സോ ഒരാളുടെ ഐഡന്റിറ്റി അവരുടെ സമ്മതമില്ലാതെ, പ്രത്യേകിച്ച് ഹെൽപ്ലെസ്നെസ്സിനെ അല്ലെങ്കിൽ ഇമോഷണൽ അഗനീസിനെ അവര് റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇടുന്നതല്ലാതെ നമ്മുടെ സ്വന്തം താല്പര്യത്തിന് വേറെ ആളുകളുടെ ഐഡന്റിറ്റിയും പ്രൈവസിയും വെച്ച് കളിക്കാതിരിക്കുക എന്നുള്ള